മൂന്നടി താഴ്ചപ്പുറത്തുണ്ട്. കുട്ടികളുടെ കാലകാലം വീണ് കഴിഞ്ഞാൽ ഒടിഞ്ഞത് തന്നെ. എക്സാം എന്റെ കയ്യിൽ മുട്ടും കൈ താഴോട്ടുണ്ട്. ഇനി കയ്യിലിട്ട് കഴിഞ്ഞാൽ കല്ലുകൾ വന്ന് അടിക്കുന്നുണ്ട്. എനിക്ക് കൈയിടാൻ പറ്റത്തില്ല. ഒരുപാട് താഴ്ചയുണ്ട്. ഇത് രണ്ടാഴ്ചപ്പുറത്തായ സംഭവമാണ്. നമ്മളൊക്കെ ആണെങ്കിൽ BPL കാർഡാണ്. നമ്മൾ ശാലം വെള്ളം കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1200 രൂപ ബില്ലാണ് വരുന്നത്. ഇത് വഴി നശിച്ചിട്ട് പോകുന്നു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണിത്. അവർ കാലം ഒടിഞ്ഞു പോകും. പിന്നെ ആര് തിരിഞ്ഞു നോക്കും? പിന്നെ അങ്ങ് വയല് വരെ പോവല്ലയോ, വഴിയും കൂടെ നശിക്കുമല്ലയോ, വഴിയും കൂടെ നശിക്കുമല്ലോ അതിന് ശേഷം. ഇത് കോവിൽമുക്കാണ്. വാളകം കോവിൽമുക്ക് 5 പോകുന്ന റൂട്ടാണ്. ഇപ്പൊ 2-3 ആഴ്ചയായി ഇങ്ങനെ വെള്ളം പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ നമുക്ക് യാത്ര ചെയ്യുന്നതിനും വണ്ടി പോകുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന്റെ അധികൃതരെയൊക്കെ നമ്മൾ വിളിച്ചറിയിച്ചെങ്കിലും ഇതുവരെ ഇതിനുണ്ട് ഒരു നടപടിക്രമം വരെ എടുത്തിട്ടില്ല. ഇതിപ്പോ ഏകദേശം 2 ആഴ്ച മേലായി ഈ ഇങ്ങനെ വെള്ളം ഈ പൈപ്പ് പൊട്ടി ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇതുവരെ ഉദ്യോഗസ്ഥരുടെ അടുത്ത് നിന്നും ഒരു കൃത്യമായ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 3/4 അടിയോളം അല്ല 3 അടിയോളം താഴ്ച വരുന്നുണ്ട് ഇതിന്. പക്ഷെ കുട്ടികളൊക്കെ ഇതിൽ എപ്പോഴും നടന്നു പോവുകയും സൈക്കിൾ ഓട്ടുകയൊക്കെ ചെയ്യുന്ന വഴിയാണ്. അപ്പോൾ പിള്ളേരൊക്കെ വന്ന് അത് വീണ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു അപകടത്തിനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ വണ്ടി വരുന്ന വഴിയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ വെള്ളം നോക്കി എത്രായിരം ലിറ്റർ വെള്ളം ഒരു ദിവസം പാഴായിക്കൊണ്ടിരിക്കും. ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഇവിടുന്ന് ഇതിൽ താഴോട്ട് നോക്കിയാൽ അങ്ങ് താഴെ വയൽ വരെ ഈ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു 2-3 ആഴ്ചയാവുന്നു. ഇത് എല്ലാവരെയും വിളിച്ചു പറഞ്ഞു. ആരും ഒരു കൃത്യമായ ഒരു നടപടി എടുക്കുകയോ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നും ഇതുവരെ ചെയ്തിട്ടില്ല. എല്ലാവരും വന്ന് നോക്കുന്നു പോന്നു. ഈ റോഡ് നശിക്കും. അതായത് നമ്മുടെ ഈ റോഡ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ നോക്കും. റോഡിൽ ഒരു 3 അടിയോളം താഴ്ച വരുന്ന ഒരു കുഴിയുണ്ട് അവിടെ. ഇപ്പോൾ പിള്ളേർ ഇതിലെ സൈക്കിൾ ഔട്ടി സൈഡ് പിടിച്ചാൽ വരുന്നത്. ഇപ്പോൾ പിള്ളേരൊക്കെ വീണ് കഴിഞ്ഞാൽ അവരുടെ കൈ കാലൊക്കെ ഒടിയാതെ മതിയല്ലോ. പിന്നെ പ്രത്യേകിച്ച് വളം അത് ശ്രദ്ധിക്കത്തുമില്ല. അത് വലിയ വണ്ടികളൊക്കെ വരുമ്പോൾ വന്ന് അതിനകത്ത് ചാടിക്കഴിഞ്ഞാൽ അതിലും വലിയ പ്രശ്നം. ഇപ്പോൾ ഒന്നാമത് അവിടെ പണിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ട ഒരു നടപടി എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണം. എന്തായാലും അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് വെള്ളം ഇങ്ങനെ അങ്ങ് പോവുക. അവർ പറഞ്ഞ ഉപയോഗിച്ചാണെന്നുണ്ടെങ്കിൽ 3-4 പ്രാവശ്യം വിളിച്ചു പറഞ്ഞു. മുൻ പഞ്ചായത്ത് മെമ്പർ. ഞങ്ങൾക്ക് തന്നെ വിഷമമായി ഇതിങ്ങനെ പോവുകയല്ലേ. ഇപ്പൊ 1-1.5 ആഴ്ച കൊണ്ട് പോവുക. അറിയിപ്പിച്ചു. അവരെന്ത് പറയുന്ന വിളിച്ചു പറയുന്നു, ഞങ്ങൾ ചെയ്യാന്ന് പറയുന്നല്ലാതെ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒരുപാട് പേര് കുടിവെള്ളം കിട്ടാതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ വെള്ളം ഇങ്ങനെ പൊട്ടിപ്പോകുന്നത് കാണുമ്പോഴേ നമുക്ക് വലിയൊരു വിഷമമാണ്. റോഡ് നശിക്കുക. റോഡുകാരും വന്നിട്ട് അവരും നോക്കിയിട്ട് അവരങ്ങ് പോയി. മതില് പോവായിരിക്കും. നോക്ക്. സംഭവത്ത് 1 മാസം കൊണ്ട് കിടക്കുക ഇങ്ങനെ. അപ്പോൾ പലരും വിളിച്ചു, ഒരു മനുഷ്യരും വരാനില്ല. പട്ടിണിക്കാരന് 1 ലിറ്റർ വെള്ളം എടുത്താൽ അവന്മാർ കാശ് മേടിക്കുക. പിന്നെ എന്തുവാ ഈ പണി കാണിക്കുന്നവര്? ഉത്തരവാദിത്വം അല്ലെങ്കിൽ പിന്നെ എന്തിനാ ചെയ്യുന്നത്? ക്ലോസ് ചെയ്യണം. വഴി അടക്കാൻ വയ്യാത്ത പരുവത്തിൽ ഉള്ള വഴിയും കൂടെ പോവല്ലയോ. ഇതിപ്പോ 2 ആഴ്ചയായി. അവരെ എത്ര ദിവസം വിളിച്ചെന്നറിയാമോ? ഒരു മനുഷ്യരും വരത്തില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. ജോലിക്കാരില്ലയോ? ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന പണിയാത്. അവർ നമ്മളെ ഏൽപ്പിച്ചാൽ മതി, നമ്മൾ ചെയ്തോളാം.